Hello friends, welcome to S and S Book and Motivation. ഞങ്ങളുടെ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ ഈ പേര് ഞങ്ങൾ മാറ്റി കേട്ടോ. എസ് ആൻഡ് എസ് കുക്ക് ബുക്ക് ആൻഡ് മോട്ടിവേഷൻ എന്നാണ് ഇട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇന്ന് ഞാൻ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. അത് നിങ്ങളെല്ലാവരും നോക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, ക്യാരറ്റ് ഒന്ന് ഇതിൽ സ്ക്വയറായിട്ട് അരിഞ്ഞത്, ബീൻസ് നീളത്തിൽ അരിഞ്ഞത്, പൊട്ടാറ്റോ സ്ക്വയറായിട്ട് അരിഞ്ഞത്, 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. ജിഞ്ചർ ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കൊറിയൻഡർ ലീവ്സ് നീളത്തിലരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങയുടെ 1/4 പാല്, തേങ്ങയുടെ 2/2 പാല്, പെപ്പർ 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, 2 ഗ്രാമ്പ്, പട്ട, ഏലം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ഉടൻ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഏലക്ക, പട്ട, ഗ്രാമ്പ് ഇത് 3 ഇട്ട് കൊടുക്കുന്നു. എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സവാള നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വഴറ്റുക. അപ്പോൾ സവാള നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കൈയോടെ നമ്മൾ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം. കാരണം അപ്പോൾ വേഗം സവാള വഴഞ്ഞ് അത് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇച്ചിരി ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ ഇച്ചിരി നല്ല വഴഞ്ഞ് കൊടുക്കുക. നമ്മൾ എപ്പോഴും ഇത് തന്നെ വെച്ചിരിക്കുന്നത്, കാരണം അല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് വെച്ചിട്ട് വേണം ഇതിനെ വഴറ്റിയെടുക്കുന്നത്. വഴഞ്ഞ് ബ്രൗൺ കളറായി. ഇപ്പോൾ അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക. കാരണം ഇതിന് പച്ച മണം മാറുന്നവരെ ഇത് നല്ല വഴറ്റി കൊടുക്കും. ഇനി അടുത്തത് നമ്മൾ ക്യാരറ്റ്, ബീൻസ്, പൊട്ടാറ്റോ ശകലം ഒന്ന് വഴറ്റി കൊടുക്കും. ഞാൻ പച്ചമുളക് ചേർത്തിരിക്കുന്നു. പച്ചമുളക് ചെറുതായിട്ട് ഒന്ന് വഴറ്റും. ഈ മസാലകൾ ചേർക്കുന്ന 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി വഴറ്റി വന്നു. ഇത്തിരി പച്ച മണം മാറുന്നവരെ ഇത്തിരി നല്ല വഴറ്റും. നമുക്ക് 2/2 പാലാണ് ആദ്യം ഒഴിക്കേണ്ടത്. നമുക്ക് 2/2 പാല് ഒഴിച്ച് കുറച്ച് നേരം ഇത് അടച്ച് വെച്ച് വേവിക്കാനിട്ട് കൂടെ മുട്ട ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. ഈ ആദ്യത്തെ പാല് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക, അതിൽ പിരിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. ശകലം വേവിച്ചാൽ മല്ലിയിലായിട്ട് ചേർക്കണം. സ്വാദിഷ്ടമായ എഗ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അത് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും വെച്ച് കഴിക്കാൻ നല്ല. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇടുന്ന വീഡിയോസ് എല്ലാം കൂടെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക്
വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമന്റ് ബോക്സിൽ